إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. മുൻപിലെ സഫിലുള്ളവർ പരമാവധി അടുപ്പിച്ച് സഫിൽ വിടവില്ലാതിരുന്നാൽ പിന്നിൽ വരുന്നവർക്ക് മസ്ജിദിനകത്തേക്ക് കയറിയിരിക്കാൻ അത് എളുപ്പവും. സഹോദരങ്ങളെ, പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന ദുൽഹിജ്ജ മാസത്തോടടുക്കുകയാണ് നാം. ദുൽഖഅദ മാസത്തിൻ്റെ അവസാനത്തെ വാരത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നും തൽബിയത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം, അവൻ്റെ വലുപ്പം, അവൻ്റെ തൗഹീദ് അത് പ്രഖ്യാപിച്ചുകൊണ്ട് ഹാജിമാർ അറഫാത്തുകളിൽ, ഹജ്ജിൻ്റെ മശാഇറുകളിൽ അല്ലാഹുവിനെ മാത്രം ലക്ഷ്യമാക്കി ഒഴുകിയെത്തുന്ന ദിനരാത്രങ്ങൾ വരാനിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സൂറത്തുൽ ഹജ്ജിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നമുക്കതിൽ ഒന്നാമതായി വായിക്കാം, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. അല്ലയോ ഇബ്രാഹിം, ജനങ്ങൾക്കിടയിൽ ഹജ്ജിന് വിളംബരം ചെയ്യുക താങ്കൾ. യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അതേ പുരുഷാരങ്ങൾ നടന്നുകൊണ്ടും കാൽനടയായും വിദൂര പ്രദേശങ്ങളിൽ നിന്നുള്ള മലമ്പാതകളും മരുഭൂമികളും താണ്ടി മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തേറി വാഹനപ്പുറത്തും താങ്കളുടെ വിളിയാളങ്ങൾക്ക് ഉത്തരം ചെയ്തവരെത്തും. ലിയഷ്ഹദൂ മനാഫിഅ ലഹും. ഹജ്ജിന്റെ ഭൂമികയിൽ, ഹറമിന്റെ പവിത്ര ഗേഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരുക്കി വെച്ച കണക്കില്ലാത്ത പ്രതിഫലങ്ങൾ, ആത്മീയമായ നേട്ടങ്ങൾ, അതിന് സന്നിഹിതരാകാൻ അവർ ഒഴുകിയെത്തും. വയദ്കുറു സ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അല്ലാഹു അവർക്ക് നൽകിയ നാൽക്കാലികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബലിയറുത്ത് നിശ്ചിതമായ ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ സ്മരണ നിലനിർത്താൻ അവരൊഴുകിയെത്തും. ഹജ്ജിന് വിളംബരം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കഅബ
ഭൂമിയിൽ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ പടുത്തുയർത്തപ്പെട്ട ആദ്യ ഗേഹം, അത് പടുത്തുയർത്തിയതിനു ശേഷം അല്ലാഹു വിളംബരം ചെയ്യാൻ ആവശ്യപ്പെട്ട അന്നു മുതൽ ഇതാ ഇന്നുവരെ യുഗയുഗങ്ങളായി, കാലകാലങ്ങളായി, വർഷവർഷങ്ങളായി ജനസഞ്ചയങ്ങൾ ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും ആ കഅബയിലേക്ക് ഒഴുകിയെത്തുന്നു. ലോക ജനങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന വിധം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉബൂദിയത്തിലേക്ക് അവർ പരകിയെത്തുന്നു. നമുക്ക് കാണാം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കാൻ എത്തുന്നവർ, മക്കയിൽ പരിശുദ്ധ ഹറമിൽ ചെന്നെത്തുന്നവർ, അവർ അല്ലാഹുവിന്റെ അതിഥികളാണ്, അല്ലാഹുവിന്റെ പ്രതിനിധികളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞില്ലേ, അൽ ഹജ്ജു വൽ മുഅ്തമിറു വഫ്ദുല്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും നിർവഹിക്കുന്നവർ അല്ലാഹുവിന്റെ പ്രതിനിധികളാണ്, അല്ലാഹുവിന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ അതിഥികളാണ്. ദഅാഹും ഫഅജാബു, അല്ലാഹു അവരെ വിളിച്ചു, അല്ലാഹു അവരെ ക്ഷണിച്ചു. അതാ ഇബ്രാഹിം നബിയോട് അവരെ വിളിക്കാൻ അല്ലാഹു ആവശ്യപ്പെട്ടു. അദ്ദിൻ ഫിന്നാസ്, ജനങ്ങളെ വിളിക്കുക താങ്കൾ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അതേ റബ്ബേ, നിന്റെ വിളിക്ക് ഞങ്ങൾ ഇതാ ഉത്തരം ചെയ്തിരിക്കുന്നു എന്ന വിളി സ്വീകരിച്ച് അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്തവരെത്തി. വസഅലൂഹു ഫഅഅതാഹും, അല്ലാഹുവിനോട് അവർ ചോദിച്ചു, അല്ലാഹുവിനോട് അവർ ചോദിക്കുന്നു, അല്ലാഹു അവർക്ക് നൽകുന്നു. അല്ലാഹുവിന്റെ പ്രതിനിധി സംഘങ്ങളും അല്ലാഹുവിന്റെ അതിഥികളുമാകുന്നു അവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തി. സഹോദരങ്ങളെ, ഹജ്ജിനു വേണ്ടി പുറപ്പെടുന്നവർ, ഹാജിമാർ, അവർ ത്യാഗം സഹിക്കുന്നു. അവർ ഹജ്ജിനു വേണ്ടി പലതും ത്യജിക്കുന്നു. ഒരുപക്ഷേ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചതിൽ നിന്ന് നുള്ളിപ്പറക്കി സ്വരുക്കൂട്ടി പകുത്തുവച്ചതെടുത്ത് സ്വരുക്കൂട്ടിയായിരിക്കും അവർ ഹജ്ജിനു വേണ്ടി പുറപ്പെടുക. സാമ്പത്തികമായ ത്യാഗമുണ്ടതിൽ, ശാരീരികമായ അധ്വാനമുണ്ടതിൽ, ആരോഗ്യം വേണ്ടതുണ്ടതിൽ, വീടും നാടും വേണ്ടപ്പെട്ടവരും ഉറ്റവരും ആപേക്ഷികമായാണെങ്കിലും താൽക്കാലികമായാണെങ്കിലും അവരോട് വിട പറഞ്ഞു മടങ്ങുകയാണ്. ഒരുപക്ഷേ ഇനിയൊരിക്കലെങ്കിലും തിരിച്ചു വരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയില്ലാതെ ഇനി തിരിച്ചു വന്നേക്കില്ല, ഇത് അവസാനത്തെ യാത്രയായേക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്ന വിധം അവരെല്ലാം ഉപേക്ഷിച്ച് അല്ലാഹുവിനെ മാത്രം ലക്ഷ്യമാക്കി എല്ലാ കറകളിൽ നിന്നും ദുനിയാവിൽ, ഇവിടെ നാട്ടിൽ തന്നോടൊപ്പം കൂടിയവർ, തന്റെ കുടുംബക്കാർ, വേണ്ടപ്പെട്ടവർ, സഹചാരികൾ, സുഹൃദ്വലയങ്ങൾ, സംഭവിച്ചതെല്ലാം അവരോട് ഏറ്റുപറഞ്ഞ് ക്ഷമയപേക്ഷിച്ച് മാപ്പിരന്ന് റബ്ബിന്റെ മാപ്പിന് വേണ്ടി അവർ ഒഴുകിയെത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗേഹത്തിലേക്ക് അവർ ത്യാഗം സഹിച്ച് പലതും ത്യജിച്ച് യാത്രയാകുകയാണ്. സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ അത് അവസാന യാത്രയേക്കാം, തിരിച്ചു വരുമെന്ന പ്രതീക്ഷ പലർക്കും ഇല്ലാതായേക്കാം, പലരും അവിടെ വെച്ച് മരണപ്പെടാറുണ്ട്. പക്ഷേ എന്ത് നഷ്ടപ്പെട്ടാലും എന്താണ് അവർക്കുണ്ടാകുന്ന നേട്ടം? അവിടെ വെച്ച് അവരുടെ യാത്ര അവസാനിക്കുകയാണെങ്കിൽ, ദുനിയാവിനോട് അവർ എന്നേക്കുമായി വിട പറയുകയാണെങ്കിൽ എന്താണ് അവർക്കുള്ള നേട്ടം? എന്താണ് അവർക്ക് നഷ്ടപ്പെടാനുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, അൽ ഹജ്ജു യഹ്ദിമു മാ കാന ഖബ്ല, ഹജ്ജ്, അല്ലാഹു സ്വീകരിക്കുന്ന ഹജ്ജ് അവരുടെ മുൻകാല പാപങ്ങളെല്ലാം പൊളിച്ചു കളയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കും. അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വീകാര്യോഗ്യമായ ഹജ്ജ്, അല്ലാഹുവും റസൂലും പഠിപ്പിച്ച ഹജ്ജ് നിർവഹിക്കുന്നവർക്ക് സ്വർഗ്ഗമല്ലാതെ മറ്റൊന്നും പ്രതിഫലമില്ല. മൻ ഹജ്ജൽ ബൈത ഫലം യർഫുസ് വലം യഫ്സുഖ് ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദത്ഹു ഉമ്മുഹു, ആരാണോ മ്ലേച്ഛതകൾ പ്രവർത്തിക്കാതെ ഹജ്ജിന്റെ പ്രതിഫലത്തിന് ഭംഗം വരുത്തുന്ന മോശമായ സംസാരമോ വാക്കോ പ്രവൃത്തിയോ ഇല്ലാതെ പരിപൂർണമായ പ്രതിഫലാർഹമായ സമ്പന്നമായ ഹജ്ജ് ആരാണോ നിർവഹിക്കുന്നത്, അവൻ എങ്ങനെയാണ് പുറത്തു വരുന്നത്? ഹജ്ജ് നിർവഹിച്ചതിന് ശേഷം ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദത്ഹു ഉമ്മുഹു, അവന്റെ മാതാവ് അവനെ പ്രസവിച്ച ദിനത്തിൽ പാപസുരക്ഷിതനായി അവൻ ദുനിയാവിലേക്ക് പിറന്നു വീണതുപോലെ പാപങ്ങളിൽ നിന്ന് മുക്തനായി ഹജ്ജിൽ നിന്ന് അവൻ തിരിച്ചു വരുന്നു. യാ സുബ്ഹാനല്ലാഹ്, അതിനേക്കാൾ വലിയ നേട്ടം എന്താണ്? അതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണ്? അതിനേക്കാൾ വലിയ ലാഭം എന്താണ്? അതിനേക്കാൾ വലിയ സമ്പാദ്യം എന്താണ് ദുനിയാവിൽ നമുക്ക് നേടാനുള്ളത്? അതുകൊണ്ട് ഇത് അവസാന യാത്രയാണെങ്കിലും ദുനിയാവിൽ വേണ്ടപ്പെട്ടവരിൽ, നാട്ടിൽ ഉറ്റവരിൽ, ഉടയവരിൽ എല്ലാവരോടും യാത്ര പറഞ്ഞു മടങ്ങവേ അത് അവസാനത്തെ യാത്രയായി പരിണമിച്ചാൽ പോലും എത്ര വലിയ നേട്ടമായിരിക്കും അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഹജ്ജിന് പോയവർക്ക് പരിപൂർണമായ ഹജ്ജ് നിർവഹിക്കാനും സുരക്ഷിതമായി നാട്ടിൽ തിരിച്ചെത്താനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല
അവന്റെ വിളിക്കുത്തരം ചെയ്തെത്തുന്ന ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നവർ അവർക്കുള്ള നേട്ടങ്ങൾ എണ്ണമറ്റതായി നിശ്ചയിച്ചു. നേരത്തെ കേട്ട ആയത്തിന്റെ ബാക്കി ലിയശ്ഹദൂ മനാഫിഅ ലഹും, അവർക്ക് അറഫാത്തുകളിൽ, മശാഇറുകളിൽ, ബൈത്തുൽ ഹറാമിൽ, ഹജ്ജിന്റെ ഇടങ്ങളിൽ ധാരാളം പ്രയോജനങ്ങൾ, നേട്ടങ്ങൾ, എണ്ണമറ്റ പ്രതിഫലങ്ങൾ, അതിന് സാക്ഷിയാകാൻ വേണ്ടിയാണ് അവരെത്തുന്നത്. അവർക്ക് ലഭിക്കുന്ന ആത്മീയവും പാരത്രികവുമായ നേട്ടങ്ങൾ അത് ചില്ലറയല്ല, കണക്കില്ലാത്തതാണ്. മീഖാത്തിലേക്ക് ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് മീഖാത്തിൽ എത്തുകയും മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുകയും അവസാനം ഹജ്ജിന്റെ വിടവാങ്ങൽ തവാഫ് നിർവഹിക്കുകയും ചെയ്യുന്നതുവരെ ഹജ്ജിന്റെ ദിനങ്ങളിൽ അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എത്രയാണ്? ചില ഉദാഹരണങ്ങൾ, ചില പാഠങ്ങൾ മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഒന്നാമതായി പറയട്ടെ, ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടി ഹാജിമാർ അവരുടെ വസ്ത്രം അള്ളാഹു പറഞ്ഞതുപോലെ ഉടുക്കുന്നു. അവിടെ നെയ്ത വസ്ത്രങ്ങളില്ല, തുന്നിപ്പിടിപ്പിച്ച വസ്ത്രങ്ങളില്ല, ഫാഷനില്ല, വസ്ത്രധാരണയിൽ തന്റെ ഫാഷനില്ല, ആരുടെയും അഭീഷ്ടമില്ല. അള്ളാഹു പറഞ്ഞതുപോലെ മാത്രം. ദുനിയാവിൽ അതുവരെ അവൻ പല വേഷവും കെട്ടിയിട്ടുണ്ടാവും, പല പേക്കോലങ്ങളും അവൻ പലരുടെയും സംസ്കാരമായി അനുകരിച്ചിട്ടുണ്ടാകും. പക്ഷേ ഹജ്ജിനവനെത്തിയാൽ പണക്കാരനും എന്തെങ്കിലും പകുത്തു വെച്ച് ശിഷ്ടമായത് മിച്ചം വെച്ച് സ്വരുക്കൂട്ടി ഹജ്ജിന് പോയ ആപേക്ഷികമായി സമ്പത്ത് കുറഞ്ഞവനും പണിക്കാരനും ആ കൂട്ടത്തിലുണ്ടാകും. നേതാക്കളുണ്ടാകും, അനുയായികളുണ്ടാകും, ചെറിയവരുണ്ടാകും, വലിയവരുണ്ടാകും, അറബികളുണ്ടാകും, അനറബികളുണ്ടാകും, വെളുത്തവരുണ്ടാകും, കറുത്തവരുണ്ടാകും, സമൂഹത്തിലെ ഉന്നത തലങ്ങളിൽ ഉള്ളവരുണ്ടാകും, താഴേക്കിടയിലുള്ളവരുണ്ടാകും. എല്ലാവരും ഒരേ വസ്ത്രം. പുരുഷന്മാരാണെങ്കിൽ യൽബസുർ റിജാലു ഇസാറൻ വരിദാഅൻ അബ്യദൈൻ, വെളുത്ത ഒരരമുണ്ടും ഒരു മേൽമുണ്ടും മാത്രം. അള്ളാഹുവിന്റെ കൽപ്പനയാണ് അവിടെ മാനദണ്ഡം. വേറെന്തെങ്കിലും വസ്ത്രം ധരിക്കാൻ ഏതെങ്കിലും ഒരു ഹാജി ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്ന്, ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്നെത്തി ആരെങ്കിലും ചിന്തിക്കുമോ? അവന്റെ ചിന്തയുടെ ഏഴേലത്ത് പോലും അള്ളാഹു പറഞ്ഞ വസ്ത്രത്തിനപ്പുറത്തൊരു വസ്ത്രത്തെക്കുറിച്ചുള്ള ചിന്തയില്ല. ദുനിയാവിൽ അതിനു മുമ്പും ശേഷവും ചിലപ്പോൾ അള്ളാഹുവിന്റെ ദീനിൽ വിലക്കപ്പെട്ട വസ്ത്രം അവൻ ധരിച്ചിട്ടുണ്ടാകും. യാ സുബ്ഹാനല്ലാഹ്, എത്ര മഹത്തായ പാഠമാണിത്, എത്ര മഹത്തായ പാഠമാണിത്. വെള്ളവസ്ത്രധാരികളായി ശുഭ്രവസ്ത്രത്തിന്റെ പ്രഭ വിതറുന്ന ഹാജിമാരുടെ വേഷത്തിന്റെ കൺകുളിർമ എത്രയാണ്! മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുക പറഞ്ഞു, ദുനിയാവിൽ നിന്ന് അവൻ എന്നേക്കുമായി യാത്ര പോകുന്ന അവന്റെ കഫൻ പുടവയെ ഓർമ്മിക്കുന്ന വസ്ത്രമാണത്. ഇതുപോലെ 3 കഷ്ണം വെള്ളത്തുണിയിൽ പൊതിഞ്ഞവനായി അവൻ യാത്രയാകും, അള്ളാഹുവിലേക്ക് യാത്രയാകും. അള്ളാഹുവിലേക്ക് ഹാജിമാർ തൽബിയത്ത് മുഴക്കി ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച്, വെള്ളവസ്ത്രം ധരിച്ച് അള്ളാഹുവിലേക്ക് ഹജ്ജിനു വേണ്ടി യാത്രയാകുന്നത് പോലെ. യാ സുബ്ഹാനല്ലാഹ്, തൽബിയത്താണ് അവർ മുഴക്കുന്നത്. ഒരേ ഒരു മന്ത്രം, ഒരേ ഒരു ദിക്ർ, ഒരേ ഒരു വാക്യം, ഒരേ ഒരു ലക്ഷ്യം, ഒരേ ഒരു റബ്ബ്, ഒരേ ഒരു ഇബാദത്ത്. മുസ്ലിമിന്റെ ഐക്യം, ഇസ്ലാമിന്റെ ഔന്നത്യം, അള്ളാഹുവിന് വേണ്ടിയുള്ള ശബ്ദം, അള്ളാഹുവിന് വേണ്ടിയുള്ള വചനം, അള്ളാഹുവിന് വേണ്ടിയുള്ള മന്ത്രം, ഒരേ ഒരു ലക്ഷ്യം, അള്ളാഹുവിന്റെ അടിമകളായി ഉബൂദിയത്ത് കാഴ്ചവെക്കുക, തൗഹീദിന്റെ സാക്ഷാത്കാരം അത് സാധ്യമാക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം. ഈ ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഓരോ മുസ്ലിമും ദുനിയാവിലുടനീളം ജീവിക്കേണ്ടത്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരവും എന്റെ അറവും എന്റെ ആരാധനകളകിലവും എന്റെ ജീവിതവും എന്റെ മരണവും തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രമാണ്. ഹാജിമാർ നമുക്ക് നൽകുന്ന സന്ദേശത്തിന്റെ തൽബിയത്തിന്റെ മഹത്തായ പാഠമിതാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന തൽബിയത്തിൽ നമുക്കത് വായിക്കാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, രണ്ടാമത്തെ പാഠം, ഹാജിമാർ അവരുടെ തൽബിയത്തിൽ നമുക്ക് കാഴ്ചവെക്കുന്ന രണ്ടാമത്തെ പാഠം, സഹോദരങ്ങളെ, തൗഹീദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വം അംഗീകരിക്കലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ സാക്ഷാത്കാരമാണ്. അതുകൊണ്ട് തന്നെ ജാഹിലിയത്തിലെ മുശ്രിക്കുകളുടെ തൽബിയത്ത് ചരിത്രത്തിൽ നമുക്ക് കാണാം. അവർ തൽബിയത്ത് ചൊല്ലാറുണ്ടായിരുന്നു, അവർക്കും ഹജ്ജുണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെ തൽബിയത്ത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക. അവിടം വരെ
മുസ്ലിമീങ്ങൾ ചൊല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൽബിയത്ത് അവർ നിർവഹിക്കും. അവരത് ചൊല്ലുന്നത് കേട്ടാൽ ലബ്ബൈക ലാ ശരീക ലക് എന്നിടത്തെത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാറുണ്ടായിരുന്നു, മുശ്രിക്കുകളോട്, വൈലക്കും ഖദ് ഖദ്, അവിടെ നിർത്തണം നിങ്ങൾ, ബാക്കി നിങ്ങൾ പറയരുത്. പക്ഷെ അവർ കേൾക്കുകയില്ല. അവർ പിന്നെയും പറയും, ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്, അല്ലാഹുവേ നിനക്കൊരു പങ്കുകാരുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവർ പറയും, ഇല്ലാ ശരീകൻ ഹുവ ലക്, എന്നാൽ ചില പങ്കുകാരുണ്ട്, അത് നിനക്കുള്ള പങ്കുകാരാണ്. തംലികുഹു വമാ മലക്, അവർ ഉടമപ്പെടുത്തുന്നതെല്ലാം നീ ഉടമപ്പെടുത്തുന്നതാണ്. അവർക്ക് സ്വന്തമായ കഴിവൊന്നുമില്ല, നീ കൊടുത്ത കഴിവാണ്. അതുകൊണ്ട് നീ കൊടുത്ത കഴിവിൽ നിന്ന് ഞങ്ങൾ അവരോട് തേടാൻ പാകത്തിൽ ഞങ്ങൾ ചില ശരീക്കുകളെ, പങ്കാളികളെ നിനക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിലെ നമ്മുടെ നാട്ടിലെ ഖബറാരാധകർ പറയുന്ന ന്യായം, മഹാന്മാരോട്, അമ്പിയാക്കളോട്, സ്വാലിഹ്യങ്ങളോട് ഞങ്ങൾ അവർക്ക് സ്വയം കഴിവുണ്ട് എന്ന് വിചാരിച്ച് തേടുന്നില്ല, മറിച്ച് അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ തേടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ അടിത്തറയെ, തൗഹീദിനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊളിക്കുന്ന ആ തത്വത്തെ, ജാഹിലിയത്തിലെ മുശ്രിക്കുകളുടെ തൽബിയത്തിന്റെ തത്വത്തെ അത് പൊളിച്ചു കളയുകയാണ്. ഇവിടെ നിർത്തണം, നിങ്ങൾ അവസാനിപ്പിക്കണം, ആ തൽബിയത്ത് പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൽബിയത്ത് എന്താണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്തിതാ ഞങ്ങൾ എത്തിയിരിക്കുന്നു. നിന്റെ മാത്രം വിളി, നീ മാത്രം വിളിച്ചു, നിനക്ക് മാത്രം ഉത്തരം ചെയ്തുകൊണ്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നു. നിനക്കതിൽ പങ്കാളിയില്ല. നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്തെത്തിയിരിക്കുന്നു, വേറെ ആരെയും ലക്ഷ്യമാക്കിയിട്ടല്ല, നിനക്കു മാത്രം, നിനക്കതിൽ പങ്കാളിയില്ല. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, സർവസ്തുതിയും സർവാനുഗ്രഹങ്ങളും സർവാധിപത്യവും അധികാരവും നിനക്കു മാത്രമാണ്. ലാ ശരീക ലക്, അതിലൊന്നും നിനക്ക് പങ്കാളികളില്ല എന്നതുപോലെ തന്നെ. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൽബിയത്തിന്റെ വാചകങ്ങൾ ഇതാണ്. ഇതാണ് തൗഹീദിന്റെ സാക്ഷാത്കാരം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ യാഥാർത്ഥ്യം. ലാ ശരീക ലക്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്തിൽ, ആരാധനകളിൽ, സ്തുതികീർത്തനങ്ങളിൽ, തസ്ബീഹിൽ, തഹ്മീദിൽ, ഹജ്ജിൽ, നിസ്കാരത്തിൽ, ഇബാദത്തിന്റെ ഏതംശത്തിലും ഒരു പങ്കാളികളുമില്ല. അതിനർഹൻ അല്ലാഹു മാത്രമാണ്. മറ്റൊരു പാഠം സഹോദരങ്ങളെ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ കേട്ടു, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്തിതാ ഞങ്ങൾ എത്തിയിരിക്കുന്നു, നിന്റെ ക്ഷണത്തിന് ഉത്തരം ചെയ്തിതാ ഞങ്ങൾ നിന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്നു, നിന്റെ കൽപ്പനകൾക്ക് വിധേയമായെത്തിയിരിക്കുന്നു. വസ്ത്രത്തിലും ചേലിലും കോലത്തിലും രൂപത്തിലും ഭാവത്തിലും പറച്ചിലും വാക്കിലും നടത്തത്തിലും സഞ്ചാരത്തിലും ഇരുത്തത്തിലുമെല്ലാം അല്ലാഹുവിന്റെ സ്മരണകൾ മാത്രം, അല്ലാ എന്ന ലക്ഷ്യം മാത്രം ഞങ്ങൾ എത്തിയിരിക്കുന്നു റബ്ബേ. ഇതാണ് ഹജ്ജിന്റെ തൽബിയത്ത്. സഹോദരങ്ങളെ, ഇതുപോലെ അല്ലാഹുവിന്റെ ക്ഷണം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം ജീവിതകാലം മുഴുവൻ. ഇതുപോലെ അല്ലാഹുവിന്റെ വിളിക്കുത്തരം ചെയ്യാൻ ഒരു മുസ്ലിം മരിക്കുവോളം സന്നദ്ധനാകണം, എന്നാൽ അവൻ യഥാർത്ഥ മുസ്ലിമാകും. അല്ലാഹുവിന്റെ വിളിയാളങ്ങൾ ഹജ്ജിന് മാത്രമല്ല, നിസ്കാരത്തിലേക്കുണ്ട്. ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ. എല്ലാ ദിവസവും മുസ്ലിമീങ്ങളുള്ള എല്ലാ നാട്ടിലും, എല്ലാ മസ്ജിദുകളിലും, മിനാരങ്ങളിലൂടെ, ബാങ്കുലികളിലൂടെ അല്ലാഹുവിന്റെ മഹത്വത്തെയും വലുപ്പത്തെയും വാഴ്ത്തി നിന്നെ ഓർമ്മപ്പെടുത്തുന്ന വിളിയാളങ്ങളുണ്ട്. അല്ലാഹുവിന്റെ വിളിയാളങ്ങൾ, നിസ്കാരത്തിലേക്കുള്ള വിളിയാളങ്ങൾ, ദിവസവും 5 നേരത്തെ വിളിയാളങ്ങൾ, വിജയത്തിലേക്കുള്ള മന്ത്രങ്ങൾ. നീ ഉത്തരം ചെയ്തോ? നിനക്ക് ഉത്തരം ചെയ്യാൻ സാധിച്ചോ? ഹാജിമാർ ഹജ്ജിന് ഉത്തരം ചെയ്യുന്നത് പോലെ നിസ്കാരത്തിന് ഉത്തരം ചെയ്യാൻ നിനക്ക് സാധിക്കണം. അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് ഉത്തരം ചെയ്യാൻ നീ സാധിക്കണം. അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഉത്തരം ചെയ്യാൻ നിനക്ക് സാധിക്കണം. യാ അയ്യുഹന്നാസ് എന്ന് അല്ലാഹു വിളിച്ചിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ എന്ന് അല്ലാഹു വിളിച്ചിരിക്കുന്നു. യാ മഅശറ ശബാബ്, യുവാക്കളെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിയാളങ്ങൾ ഉണ്ടായിരിക്കുന്നു. മനുഷ്യരെ, ജനങ്ങളെ, മുഅ്മിനീങ്ങളെ, യുവാക്കളെ, സ്ത്രീകളെ, യാ മഅശറ നിസാ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആനിലും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളിലും നമ്മെ വിളിച്ചുകൊണ്ട് എത്രയെത്ര കൽപ്പനകളാണ്, അല്ലാഹുവിന്റെ എത്ര ക്ഷണമാണ്, അല്ലാഹുവിന്റെ എത്ര വിളിയാണ് നാം കാറ്റിൽ പറത്തിയത്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിളിയാളങ്ങൾക്ക്, നിസ്കാരത്തിനും നോമ്പിനും സക്കാത്തിനും ഹജ്ജിനും നന്മകൾക്കും അല്ലാഹുവിന്റെ കൽപ്പനകൾക്കും ഉത്തരം ചെയ്യുന്നത് പോലെ അവന്റെ വിലക്കുകൾ നമ്മൾ ഒഴിവാക്കണം, പറിച്ചറിയണം. ജീവിതത്തിൽ നിന്ന് കാലാകാലം
ഖിയാമത്ത് നാൾ വരെ, നമ്മുടെ അന്ത്യം വരെ, മരണം വരെ ജീവിതത്തിൽ നിന്ന് പിഴുതെറിയണം. ഹറാമുകൾ ജീവിതത്തിൽ അകറ്റി നിർത്തണം. അള്ളാന്റെ വിളിയാളങ്ങൾക്ക് ഉത്തരം ചെയ്യണം. വസ്ത്രധാരണത്തിൽ, നിന്റെ മുടിമുറിക്കലിൽ, നിന്റെ ചേലിൽ, കോലത്തിൽ, രൂപത്തിൽ, സാമ്പത്തിക നയങ്ങളിൽ, കച്ചവടത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ, മാതാപിതാക്കളോടുള്ള കടമകളിൽ, അയൽപക്ക ബന്ധത്തിൽ, സാമൂഹിക ബന്ധങ്ങളിൽ എവിടെയാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ ഉത്തരം ചെയ്യാതെ നാം പോയത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തൽബിയത്തിന്റെ മന്ത്രം വീണ്ടെടുക്കാനുള്ള പാഠമാണ്. തിരിച്ചു വരാനുള്ള മഹത്തായ ഉത്ബോധനമാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അടുത്തതായി നാം കേൾക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടിയാണ് നാം ഹജ്ജ് നിർവഹിക്കുന്നത്. അവന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ടാണ് ഹാജിമാർ ഹജ്ജ് നിർവഹിക്കുന്നത്. എല്ലാ ഇബാദത്തുകളും, ആരാധനകളെ ഏതേതംശവും ഇതുപോലെ അള്ളാഹുവിന് വേണ്ടി മാത്രം നിർവഹിക്കണം. അവന് യാതൊരു പങ്കുകാരുമില്ലാതെ, അവന് നൽകേണ്ടത് ഒരാൾക്കും പകുത്തു നൽകാതെ, ഒരംശം പോലും അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിടാതെ സർവ്വ ഇബാദത്തും നാം നിർവഹിക്കണം. ഹജ്ജ് മാത്രമല്ല, ആരെങ്കിലും, ഏതെങ്കിലും ഹാജിമാർ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്നെത്തുന്ന ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിന് വേണ്ടിയല്ലാതെ ഹജ്ജ് ചെയ്യുമോ? അള്ളാഹുവിന് വേണ്ടിയല്ലാതെ ഹജ്ജ് നിർവഹിക്കുമോ? അതിനുവേണ്ടി ചിന്തിക്കുക പോലും ചെയ്യുമോ? ഒരിക്കലുമില്ല. പക്ഷെ അവരുടെ കൂട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നവരുണ്ടാകാം, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കുന്നവരുണ്ടാകാം. കഅബയിൽ പോയി അള്ളാഹുവിന് വേണ്ടി മാത്രം ഹജ്ജ് ചെയ്യാൻ പുറപ്പെടുന്നതിന് മുന്നോടിയായി നാട്ടിൽ കാണുന്ന ജാറങ്ങൾ മുഴുവൻ സിയാറത്ത് ചെയ്ത് അവിടെ നിന്ന് ബറക്കത്ത് എടുത്ത് പോയവരുണ്ടാകാം, അവിടേക്കെല്ലാം നേർച്ചയാക്കിയവരുണ്ടാകാം, അള്ളാഹു അല്ലാത്തവരെ ഇസ്തിഗാസ ചെയ്തവരുണ്ടാകാം, അള്ളാഹു അല്ലാത്തവർക്ക് ബലിയെറുത്തവരുണ്ടാകാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഹജ്ജിന്റെ മഹത്തായ മറ്റൊരു പാഠം ഇതാണ്. ഹജ്ജ് മുസ്ലിമീങ്ങൾ, സർവ്വ മുസ്ലിമീങ്ങളും ആർക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്? ആ റബ്ബിന് വേണ്ടി മാത്രമാണ് സർവ്വ ആരാധനകളും ഇബാദത്തുകളും നമ്മൾ നിർവഹിക്കേണ്ടത്. അവനെ മാത്രമാണ് മറ്റാരെക്കാൾ നാം ഭയക്കേണ്ടത്. അവനിൽ മാത്രമാണ് മറ്റാരെക്കാൾ നാം പ്രതീക്ഷ അർപ്പിക്കേണ്ടത്. അവനിൽ മാത്രമാണ് നമ്മുടെ സർവ്വകാര്യങ്ങൾ നാം ഫലമേൽപ്പിക്കേണ്ടത്. ഒരു തുണ്ട മുറുക്കിലല്ല, ഒരു ചെറിയ ചരടിലല്ല, വണ്ടിയിൽ കെട്ടിത്തൂക്കുന്ന പച്ച തുണിക്കഷ്ണത്തിലല്ല, അള്ളാഹുവിൽ മാത്രം. കല്ലിലല്ല, മരത്തിലല്ല, വിഗ്രഹത്തിലല്ല, മരിച്ചുപോയ മൺകൂണകളിലല്ല, അവരെ കെട്ടിപ്പടുക്കപ്പെട്ട കബറിടങ്ങളിലല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിനുള്ള കഴിവ് മറ്റൊരാൾക്കുമില്ല, അവന്റെ ശക്തി മറ്റൊരാൾക്കും ഓണപ്പെടുത്താൻ സാധിക്കുകയില്ല. മുസ്ലിമിന്റെ മന്ത്രവും അവന്റെ പാഠവും ഇതാണ്. തൽബിയത്തും ഹജ്ജിന്റെ ഇബാദത്തുകളും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മഹത്തായ മറ്റൊരു ഗുണപാഠം ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാഠങ്ങൾ കൊണ്ട് അവനെ മാത്രം ഇബാദത്ത് ചെയ്ത് തൗഹീദ് സാക്ഷാത്കരിച്ച് ജീവിച്ചു മരിക്കുന്ന മുസ്ലിമീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കുന്ന ഹാജിമാർ അള്ളാഹുവിന്റെ കഅബയെ അവർ തവാഫ് ചെയ്യുന്നു. മീഖാത്തിൽ നിന്ന് തൽബിയത്തിന്റെ മന്ത്രവാക്യങ്ങൾ മുഴക്കി അവരാദ്യം തവാഫുൽ ഖുദൂം നിർവഹിക്കുന്നു, കഅബയെ പ്രദക്ഷിണം ചെയ്യുന്നു. അല്ലാഹു പറഞ്ഞതുപോലെ വൽയത്തവഫു ബിൽ ബൈത്തിൽ അതീഖ്, പുരാതനമായ അല്ലാഹുവിന്റെ മഹത്തായ ഗേഹത്തെ അവർ വലയം ചെയ്യട്ടെ, തവാഫ് ചെയ്യട്ടെ. ശബ്ദം ഉച്ചത്തിലാക്കാതെ അള്ളാഹുവിനെ ദിക്ർ ചെയ്തും ദുആ ചെയ്തും വ്യക്തിഗതമായി അള്ളാഹുവിനോടുള്ള വിനയവും താഴ്മയും പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കണം ഹാജിമാർ ഉംറ ചെയ്യുന്നവർ തവാഫ് ചെയ്യേണ്ടത്. അതാണ് സുന്നത്ത്. എന്നാൽ ചില അമീർമാർ, ഉംറ സംഘത്തെ നയിക്കുന്ന ചില പുരോഹിതന്മാർ ചൊല്ലിക്കൊടുക്കുകയും അത് ഏറ്റുചൊല്ലുകയും ഉച്ചത്തിലാക്കുകയും ജമാഅത്തായി നിർവഹിക്കുകയും
സുന്നത്തിൽ സ്ഥിരപ്പെടാത്തതാണ്. ഓരോരുത്തരും വ്യക്തിഗതമായി ഇഷ്ടമുള്ള ദുആകൾ, ഇഷ്ടമുള്ള ദിക്റുകൾ, ഇഷ്ടമുള്ള പ്രാർത്ഥനകൾ, തേട്ടങ്ങൾ അള്ളാഹുവിനെ അവനും റബ്ബും മാത്രം കേൾപ്പിക്കുന്ന രൂപത്തിൽ, മറ്റുള്ളവർ പോലും കേൾക്കാത്ത രൂപത്തിൽ നിർവഹിക്കണം. അതാണ് സുന്നത്ത്. ഇർബഉ അലാ അൻഫുസികും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റും ദുആയും എല്ലാം ഉറക്കെ മറ്റുള്ളവരെ കേൾപ്പിക്കുന്ന രൂപത്തിൽ ചൊല്ലുന്നവരോട് പറഞ്ഞു, നിങ്ങൾ അടക്കി ചെയ്യുക, സ്വയം നിയന്ത്രിച്ച് ചെയ്യുക. നിങ്ങൾ കേൾക്കാത്ത, കാണാത്ത, അറിയാത്ത ദൂരത്തുള്ള റബ്ബിനോടല്ല സംസാരിക്കുന്നതും ദുആ ചെയ്യുന്നതും, എല്ലാം കേൾക്കുന്ന സമീപസ്ഥനായ റബ്ബിനോടാണ്. അതുകൊണ്ട് നിങ്ങൾ റബ്ബ് കേട്ടാൽ മതി. ഇങ്ങനെ വിനയത്തോടെ തവാഫ് ചെയ്യുന്നവർ, ആ തവാഫ് എന്ന മഹത്തായ ഇബാദത്ത് ഭൂമിയിൽ ഒരു മുസ്ലിമിന് കഅബക്ക് ചുറ്റും മാത്രമേ നിർവഹിക്കാൻ സമ്മതമുള്ളൂ ഇസ്ലാമിൽ. കഅബ തവാഫ് ചെയ്യുന്നത് പോലെ വേറെ എവിടെയെങ്കിലും, ഏതെങ്കിലും സാഹചര്യത്തിൽ, വേറെ ഏതെങ്കിലും ഒരു പ്രാവശ്യം മുസ്ലിമിനത് അള്ളാഹുവിന്റെ ദീൻ നിയമമാക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഇവിടെ നമുക്ക് കാണാം, നമ്മുടെ നാടുകളിൽ കാണാം, സാക്ഷര കേരളത്തിൽ കാണാം, കെട്ടിപ്പൊക്കിയ ഖബർ, അതിനു ചുറ്റും തവാഫ് ചെയ്യുന്നവർ, അതിനെ പ്രദക്ഷിണം ചെയ്യുന്നവർ, വലയം വെക്കുന്നവർ മുസ്ലിം ഉമ്മത്തിൽ കാണാം. അതിന് നേതൃത്വം കൊടുക്കുന്ന ശുഭ്രവസ്ത്രധാരികളായ പുരോഹിതന്മാരെ കാണാം. എന്തൊരു ദുര്യോഗമാണിത്! അള്ളാഹുവിന്റെ കഅബയിൽ മാത്രം അള്ളാഹു പരിമിതപ്പെടുത്തിയ മഹത്തായ ഇബാദത്താണ് തവാഫ്. അത് വേറെ എവിടെ ചെയ്യാനും അള്ളാഹുവിന്റെ ദീൻ നിയമമാക്കിയിട്ടില്ല. ഈ പാഠം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ എന്താണോ കൽപ്പിച്ചത് അതങ്ങനെ ചാണിനു ചാണായി മുഴത്തിനു മുഴമായി പിൻപറ്റാൻ നമ്മൾ തയ്യാറാവണം. ഇതാണ് മറ്റൊരു പാഠം. സഹോദരങ്ങളെ, ഹാജിമാർ നിർവഹിക്കുന്ന, ഹജ്ജിനും ഉംറക്കും എത്തുന്ന തീർത്ഥാടകർ നിർവഹിക്കുന്ന മറ്റൊരു കർമ്മമാണ് ഹജറുൽ അസ്വദിനെ ചുംബിക്കുക എന്നത്. അതുപോലെ തന്നെ റുക്നുൽ യമാനിയെ സ്പർശിക്കുക എന്നത്. ഹജറുൽ അസ്വദ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അതിന് നേർക്കുനേരെ പോയി ചുംബിക്കാൻ അവിടുത്തെ തിരക്കവും അസൗകര്യവും നമുക്ക് തടസ്സമാകും. എല്ലാവരും അവിടെ പോയി ചുംബിക്കണം, അതിനെ സ്പർശിക്കണമെന്ന് നിർബന്ധം പിടിച്ചാൽ ഹജ്ജിന്റെ പൂർണ്ണതക്കും അതിന്റെ ഭംഗിക്കും മനോഹാരിതക്കും അത് കോട്ടം വരുത്തും. തിക്കും തിരക്കുമുണ്ടാകും, ആളുകൾ തമ്മിൽ സംഘട്ടനമുണ്ടാകും. പല നാട്ടിൽ നിന്ന് പല സംസ്കാരവും സ്വഭാവവും പ്രകൃതമുള്ള ആളുകളാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനടുത്ത് നേർക്കുനേരെ പോയി തൊടാനും ചുംബിക്കാനും സാധിച്ചില്ലെങ്കിൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ചാൽ മതി. കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് പിന്നെ കൈ തൊട്ടുമുത്തണോ? അതിന്റെ ആവശ്യം പോലുമില്ല. ചുംബിക്കാൻ നേർക്കുനേരെ സാധിക്കാത്തവർ അങ്ങനെ ചെയ്യേണ്ടതാണ്. റുക്നുൽ യമാനി സ്പർശിച്ചാൽ മതി, തൊട്ടുമുത്തേണ്ട ആവശ്യമില്ല. വെറുതെ ഇന്ന് തൊട്ടാൽ മതി. എന്തിനാണിത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ശറഅക്കിയത്? ചില ആളുകൾ പറയുന്നത് ഹജറുൽ അസ്വദിനെയും റുക്നുൽ യമാനിയെയും ബറക്കത്തെടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. ചിലർ അതിനപ്പുറത്ത് മഖാമു ഇബ്രാഹിം പോയി തൊട്ടുമുത്താൻ നിൽക്കും. അതില്ല, സുന്നത്തിലില്ല, അത് ബിദ്അത്താണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. മഖാമു ഇബ്രാഹിം അതിന്റെ പിന്നിൽ നിസ്കരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൊട്ടു പിന്നിൽ നിസ്കരിക്കണമെന്നില്ല. കഅബയുടെ ഏതെങ്കിലും പരിസരത്ത്, മസ്ജിദുൽ ഹറാമിന്റെ ഏതെങ്കിലും പരിസരത്ത് മഖാമു ഇബ്രാഹിമിനെയും അതുപോലെ തന്നെ കഅബയെയും തനിക്കിടയിലാക്കി, കഅബയ്ക്കും തനിക്കുമിടയിൽ മഖാമു ഇബ്രാഹിം വരുന്ന രൂപത്തിൽ കഅബയിൽ മസ്ജിദുൽ ഹറാമിന്റെ ഏത് ഭാഗത്തും ആ നിസ്കാരം നിർവഹിക്കാവുന്നതാണ് തവാഫിന് ശേഷം. സുന്നത്തിലുള്ളതുപോലെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഉംറക്ക് പോകുന്നവരാണ് നമ്മൾ, അതുകൊണ്ടാണ് സാന്ദർഭികമായത് സൂചിപ്പിച്ചത്. ഹാജിമാർക്ക് മാത്രം പ്രത്യേകമായ കാര്യമല്ല. അതുകൊണ്ട് റുക്നുൽ യമാനിയെ തൊടൽ മാത്രം, ചുംബിക്കലല്ല. സാധിക്കുമെങ്കിൽ ഇനി റുക്നുൽ യമാനിയെ നേർക്കുനേരെ തൊടാൻ സാധിച്ചില്ലെങ്കിലോ ആംഗ്യം കാണിക്കേണ്ട ആവശ്യമില്ല. ഹജറുൽ അസ്വദിനെ നേർക്കുനേരെ ചുംബിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആംഗ്യം കാണിക്കാം. റുക്നുൽ യമാനിയെ തൊടാൻ സാധിച്ചില്ലെങ്കിൽ ആംഗ്യം പോലും കാണിക്കേണ്ടതില്ല. പണ്ഡിതന്മാർ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, സഹോദരങ്ങളെ, ഇത് ബറക്കത്തെടുക്കാൻ വേണ്ടിയല്ല. അള്ളാഹു കൽപ്പിച്ചു, അള്ളാന്റെ റസൂല് കാണിച്ചു, അത്ര തന്നെ. എന്താണ് അതിന്റെ യുക്തി? നമുക്കറിയില്ല. അള്ളാന്റെ റസൂല് ചെയ്തു, നമ്മൾ അനുസരിക്കുക തന്നെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിനെ ചുംബിക്കാൻ നേരത്ത് അവിടുന്ന് പറഞ്ഞ പ്രസിദ്ധമായ വാചകം ഇത് നമുക്ക് പാഠമാണ്. അദ്ദേഹം പറഞ്ഞു, അമാ വല്ലാഹി ഇന്നി ലാ അഅലമു അന്നക ഹജറുൻ ലാ തദുറു വലാ തൻഫഅ. അല്ലാഹു സത്യം, എനിക്കറിയാം ഹജറുൽ അസ്വദ് നീ ഉപകാരം ചെയ്യാത്ത, ഉപദ്രവം തടുക്കാത്ത കേവലം ഒരു കല്ല് മാത്രമാണെന്ന് എനിക്കറിയാം. അല്ലാഹു സത്യം. വലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബല കമാ ഖബ്ബൽതുക്. അല്ലാഹുവിന്റെ റസൂൽ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നിന്നെ ഞാൻ ചുംബിക്കില്ലായിരുന്നു.
നോക്കൂ നിങ്ങൾ, ആ കല്ലിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും, എന്തെങ്കിലും ഉപദ്രവം തടുക്കാൻ സാധിക്കുമെന്ന വിശ്വാസമില്ല. സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട കല്ലെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഹജറുൽ അസ്വദിന് പോലും അതിനേക്കാൾ മുന്തിയ കല്ലുകളുണ്ടോ ഇവിടെ? അതിനേക്കാൾ മുന്തിയ കതിർമണ്ഡപങ്ങളും പുണ്യപുഷ്പങ്ങളും വൃക്ഷങ്ങളും ഉണ്ടോ ഇവിടെ? മൺകൂനകളുണ്ടോ ഇവിടെ? കെട്ടിപ്പൊക്കിയ ഖബറുകളുണ്ടോ ഇവിടെ? ഹജറുൽ അസ്വദിനേക്കാൾ പോരിശയാക്കപ്പെട്ട ഹജറുൽ അസ്വദിന് പോലും സ്വന്തം അതിന് കഴിവില്ല. അള്ളാന്റെ റസൂൽ ചെയ്തു, അതുകൊണ്ട് ചെയ്തു, അത്രമാത്രം. അള്ളാന്റെ റസൂൽ ചെയ്യുന്നത് കണ്ടില്ലായിരുന്നുവെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ഞാൻ ഒരിക്കലും ചുംബിക്കില്ലായിരുന്നു. എന്താണ് ഇതിലെ പാഠം? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത ഒന്നും, തൊടാത്ത ഒന്നും തൊടാനും സ്പർശിക്കാനും മുത്താനും തടയുമടക്കാനും മുസ്ലിം ഉമ്മത്തിന് അനുവാദമില്ല എന്നാണ്. ഹജറുൽ അസ്വദും റുക്നുൽ യമാനിയുമല്ലാതെ ഹജ്ജിന്റെ ഉംറയുടെ വേളയിലോ അതല്ലാത്തപ്പോഴോ തൊടാനും ബറക്കത്തെടുത്താനും സ്പർശിക്കാനും മുത്താനും മുത്തിമടക്കാനും അനുവാദമില്ല. എന്താണ് നമ്മുടെ നാട്ടിൽ കിടക്കുന്ന അനാചാരങ്ങൾ? തൊടാൻ വേണ്ടി മുത്തിമണക്കാൻ വേണ്ടി തങ്ങന്മാരെന്ന് വേഷം കെട്ടിയവർ കൈവച്ചു കൊടുക്കുകയാണ്, ആളുകളെ മുത്തി തലോടുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ജീവനുള്ളവർ വരെ അതിനെ ഒഴിഞ്ഞിരിക്കുന്നു. അതിനപ്പുറത്ത് ജാറത്തിൽ പോയാൽ അവിടുത്തെ ചുമരും അവിടുത്തെ ജനാലയും അവിടുത്തെ മണ്ണും അവിടുത്തെ വിളക്കൊഴിച്ച എണ്ണയും എന്തൊക്കെയാണ് ബറക്കത്തെടുക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്നത്? അനുവാദമില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെടുത്ത് നിൽക്കാൻ നമ്മൾ പഠിക്കണം. ഇതാണ് മറ്റൊരു പാഠം. സഹോദരങ്ങളെ, അടുത്തതായി നാം അറിയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പരിശുദ്ധ ദുൽഹിജ്ജ മാസത്തിൽ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ, ഹജ്ജിന്റെ വേളയിൽ യൗമുൻ നഹർ എന്നവൻ വിശേഷിപ്പിച്ച ദുൽഹിജ്ജ 10 ദിവസം ഉദ്ഹിയ്യത്ത്, മഹത്തായ ബലികർമ്മം, അള്ളാഹുവിന് വേണ്ടി ഒരു മുസ്ലിം ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. നമ്മുടെ സാമ്പത്തിക സുസ്ഥിരതയോ നമ്മുടെ കാലി സമ്പത്തിന്റെ വളർച്ചയോ, നമ്മൾ രക്തം കൊണ്ട് വളരപ്പെട്ടവരാണ്, രക്തത്തിലൂടെ രക്തം ചിന്തലിലൂടെ വളർന്നവരാണ് എന്ന് കാണിക്കാനോ അല്ല, മറിച്ച് അള്ളാഹിന്റെ കൽപ്പന അനുസരിക്കാൻ, അതിനപ്പുറത്തൊന്നുമില്ല. അതാണ് ഉദ്ഹിയ്യത്തിന്റെ സാക്ഷ്യം. അള്ളാഹു പറഞ്ഞു അവന്റെ നാമം ഉച്ചരിച്ച് ബലിയെറുക്കാൻ, അതേ നമ്മൾ ചെയ്യുന്നത്. അതിന്റെ പിന്നിൽ മറ്റൊരു യുക്തിയുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അതിന്റെ രക്തമോ മാംസമോ എത്തുന്നില്ല, മറിച്ച് വലാകിൻ യനാലുഹു തഖ്വ മിൻകും, അതിനെ നിങ്ങളെ പ്രേരിപ്പിച്ച തഖ്വയുണ്ടല്ലോ, അള്ളാഹിന്റെ കൽപ്പന അനുസരിച്ചു എന്ന തഖ്വ, അള്ളാഹിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചു എന്ന തഖ്വ, ഇത് മാത്രമാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അറഫയിൽ, ഹജ്ജിൽ, ദുൽഹിജ്ജ 10 യൗമുൻ നഹറിന്റെ ദിവസം ബലിയെറുക്കുന്ന ഹാജിമാരും നമ്മളും ഉദ്ഹിയ്യത്തിൽ ഒരുപോലെ സംഗമിക്കുന്നു. ആ ബലിയുടെ വിഷയം, ഉദ്ഹിയ്യത്തിന്റെ വിഷയം നമുക്കറിയാം. സാധിക്കുന്നവരെല്ലാവരും അതിൽ പങ്കാളികളാകണം. മുഅക്കദായ ശക്തമായ സുന്നത്താണ് എന്നാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ പണ്ഡിതന്മാർ ചില പറഞ്ഞു ഉദ്ഹിയ്യത്തിന് ശേഷിയുള്ളവർ അത് നിർവഹിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് ഉദ്ഹിയ്യത്തിൽ നമ്മൾ പങ്കാളികളാകണം. ദുൽഹിജ്ജ മാസം അടുക്കുകയാണ്. ദുൽഹിജ്ജ മാസം ആരംഭിച്ചാൽ ഉദ്ഹിയ്യത്ത് ഉദ്ദേശിക്കുന്നവർ തന്റെ ശരീരത്തിൽ നിന്ന് നഖമോ മുടിയോ നീക്കം ചെയ്യാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിരിക്കുന്നു. സഹോദരങ്ങളെ, ഒരുപക്ഷെ അടുത്തയാഴ്ച, അടുത്ത ജുമുഅക്ക് മുമ്പ് ദുൽഹിജ്ജ മാസത്തിൽ നാം പ്രവേശിച്ചേക്കാം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഏതൊരു ദിവസങ്ങളിലും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ നിയമമാക്കപ്പെട്ട 10 പകലുകളാണ് ദുൽഹിജ്ജയുടെ 10 പകലുകൾ. റമളാനിലെ അവസാനത്തെ 10 പകലുകളേക്കാൾ ശ്രേഷ്ഠമാണ് ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 പകലുകൾ എന്ന് പണ്ഡിതന്മാർ ആയത്തുകളും ഹദീസുകളും വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. അതുകൊണ്ട് സാധിക്കുന്നത്ര ഇബാദത്തുകൾ അധികരിപ്പിക്കാൻ, നോമ്പെടുക്കാൻ സാധിക്കുന്നവർക്ക് ദുൽഹിജ്ജ 1 മുതൽ തുടർച്ചയായി വേണമെങ്കിൽ ദുൽഹിജ്ജ 9 വരെ, അറഫാ ദിവസം വരെ നോമ്പെടുക്കാം. സാധിക്കുന്നത്ര ഇബാദത്തുകൾ ചെയ്യാം. റമളാനിൽ പോലും ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 പോരിശയാക്കപ്പെട്ട ആ 10 സമാനമായ പകലുകളില്ല എന്നതാണ് ശരിയായ അഭിപ്രായം. എന്നാൽ റമളാനിലെ അവസാന രാത്രികൾ ദുൽഹിജ്ജയിലെ രാത്രികളെക്കാൾ ശ്രേഷ്ഠമാണ്. പകലുകൾ പരിഗണിച്ചാൽ ദുൽഹിജ്ജ 10നാണ് പോരിശ കൂടുതൽ. കാരണം ദുൽഹിജ്ജ 10ന്റെ ദിവസങ്ങളിൽ മറ്റൊരു ദിവസങ്ങളിലും പകലുകളിലും സംഗമിക്കാത്ത ഇബാദത്തുകൾ, ഹജ്ജും അതുപോലെ തന്നെ നിസ്കാരവും നോമ്പും അതുപോലെ തന്നെ ദാനവും ബലിയെറുക്കലുമെല്ലാം സംഗമിക്കുന്നു. റമളാനിൽ പോലും ആ സംഗമമില്ല. അതുകൊണ്ട് ദുൽഹിജ്ജയിലെ ദിവസങ്ങൾ ഇബാദത്തുകൾ കൊണ്ട് സമ്പന്നമാക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.